ഹായ്, ഞാൻ എൻ്റെ KLF ഡിലൈറ്റ് റിസീവ് ചെയ്തു. സോ ആദ്യമേ KLF എന്താണെന്ന്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടത്തുന്ന ഒരു ആനുവൽ ലിറ്റററി ഫെസ്റ്റാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇപ്രാവശ്യത്തെ KLFനോടനുബന്ധിച്ച് DC ബുക്സ് ഒരു ഗൂഗിൾ ഫോം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. November 30th വരെയായിരുന്നു അത് സർക്കുലേറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു KLF ഡിലൈറ്റ് എന്ന പേരിലൊരു ഗിഫ്റ്റ് ലഭിക്കുന്നത്. സോ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3-4 days ബാക്കാണ് എനിക്ക് മെസ്സേജ് വന്നത്. നിങ്ങളുടെ KLF ഡിലൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്ത DC ബുക്സിൻ്റെ ഷോപ്പിൽ ഏത് ബ്രാഞ്ചാണോ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ചൂസ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളത് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ആൻഡ് ഞാനിന്ന് പോയി കളക്ട് ചെയ്തു. സോ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്, എൻ്റെ ഡിലൈറ്റ്, KLF ഡിലൈറ്റ്. ഓക്കെ, സോ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് നോവലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൂപ്പൺ ആയിരിക്കാം, ബുക്സ് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസ് ആയിരിക്കാം എന്നൊക്കെയായിരുന്നു. ബട്ട് ഇതൊന്നും ആയിരുന്നില്ല. ഇത് കാണുമ്പോൾ ഒരു നോവൽ പോലെയല്ലേ തോന്നുന്നത്. ചിറകുകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. നോവലാണോ എന്ന് ചോദിച്ചാൽ നോവലല്ല, നമ്മൾ വേണം ഈ പുസ്തകം എഴുതാൻ. എന്ന് വെച്ചാൽ ഇതൊരു നോട്ട്ബുക്കൊന്നും ആവണമെന്നില്ല കേട്ടോ. അങ്ങനെ ഔട്ട് ഓഫ് ബ്ലൂ എന്തെങ്കിലും എഴുതുന്ന ഒരു നോട്ട്ബുക്കൊന്നുമല്ല. ലിറ്ററലി നമ്മൾ ഈ പുസ്തകം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു പക്ഷിയെ പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ചിറകുകളാണ്. അതേപോലെ നമ്മളെ എഴുതാൻ ഹെൽപ്പ് ചെയ്യുന്ന ചിറകാവുകയാണ് ഈ പുസ്തകം. വേർ യു ആർ ദ മെയിൻ ക്യാരക്ടർ. നമ്മളാണ് ഇവിടെ മെയിൻ ക്യാരക്ടർ, കാരണം നമ്മളാണ് ഈ പുസ്തകം എഴുതുന്നത്. എങ്ങനെയാണ് ഇവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം. സോ ഈ പുസ്തകത്തിൽ മലയാളത്തിലെ എന്താ പറയുക, ക്ലാസിക് ലിറ്റററി വർക്ക്സ് ഉണ്ടല്ലോ, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, അതേപോലെ അങ്ങനത്തെ ഗോവർദ്ധൻ്റെ യാത്രകൾ, അത്തരം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി, അങ്ങനെ മലയാളത്തിലെ തർജ്ജമ കൃതികളും ഉണ്ടെന്ന് തോന്നുന്നു. ക്ലാസിക് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സിലത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ കോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരു പേജിൽ ഇത് മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ, ഇതിൽ ഷീല എന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ആ ഡയലോഗ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടിയും അവർ പ്രൊവൈഡ് ചെയ്യും. ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. അങ്ങനെ ആൻസർ ചെയ്യാൻ നമുക്ക് 1, 2, 3 പേജസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേജുകളിലായിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ നമ്മുടെ ക്രിയാത്മകതയിൽ നിന്ന്, നമ്മുടെ ഭാവനയിൽ നിന്ന് നമ്മൾ എഴുതണം. സോ അങ്ങനെയാണ് ഈ പിന്നെ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, അതിലത്തെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനുമുണ്ട്. അപ്പം നമ്മൾ അതിന് ആൻസർ ചെയ്യണം. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ലെജിറ്റ്, ലൈക്ക് സോ ഗുഡ്. നമ്മളത് വേറെ എന്തോ ഒരു സംഭവമൊക്കെ ആവും. ആ രീതിക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നമ്മളിത് ആൻസർ ചെയ്ത് നമ്മൾ ഈ പുസ്തകം ലിറ്ററലി എഴുതി പോവുകയാണ്. ഇത്തരം ക്ലാസിക് ലിറ്റററി വർക്ക്സിലത്തെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമ്മുടെ ഉത്തരങ്ങൾ എഴുതുന്നു. അങ്ങനെ ഈ പുസ്തകം നമ്മൾ എഴുതുന്നു. എനിക്കപ്പോൾ ഈ വാചകം വളരെ അർത്ഥവത്തായിട്ട് തോന്നി. എ കമ്പാനിയൻ ഫോർ ബിക്കമിങ്. ലൈക്ക് നമ്മളൊരു കാര്യം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ കമ്പാനിയനായിട്ട് നമ്മുടെ ഒപ്പം ഈ പുസ്തകം ഉണ്ട് ഇവിടെ. ചിറകുകൾ. ഓക്കെ, സോ അത് വളരെ അർത്ഥവത്തായൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിനൊപ്പം DC ബുക്സിൽ നിന്ന് നമുക്ക് 2 കൂപ്പൺ കൂടി ലഭിച്ചു. ഒന്ന് സ്റ്റോറിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. ഓൺ സ്റ്റോർ പർച്ചേസിന് മിനിമം 500 വരാണെങ്കിൽ 100ൻ്റെ ഒരു കൂപ്പണും, പിന്നെ ഓൺലൈൻ പർച്ചേസിൽ മിനിമം പർച്ചേസ് ഇല്ല അവിടെ, ഓൺലൈനിൽ നമുക്ക് 100ൻ്റെ ഒരു കൂപ്പൺ വരുന്നത് പ്രൊവൈഡ് ചെയ്ത്. ഓൺലൈനിൽ മിനിമം പർച്ചേസ് ഇല്ല. സ്റ്റോറിൽ നിന്ന് ഞാൻ 2 പുസ്തകങ്ങൾ വാങ്ങി. എനിക്ക് 2നും കൂടി 570 എത്രയോ ആയിരുന്നു ബില്ല്. ബട്ട് 100 ഡിസ്കൗണ്ട് കിട്ടി. ഞാൻ 470 പേ ചെയ്തത്. ഒന്ന് മനു എസ് പിള്ളയുടെ റിബൽ സുൽത്താൻമാർ. ഞാൻ ആഗ്രഹിച്ചത് ഐവറി ത്രോൺ വാങ്ങാനായിരുന്നു, ബട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ആ പുസ്തകം. സോ ഞാൻ റിബൽ സുൽത്താൻസ് വാങ്ങി. പിന്നെ MTയുടെ മഞ്ഞ്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും കുറേ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകം വായിക്കാൻ. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബട്ട് സംഭവം ഇപ്പം നമ്മൾ ആ പുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ക്ലാസിക് വർക്ക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ക്ലാസിക് വർക്ക്സ് ഒന്നും ഞാൻ അതിൽ വായിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയുള്ള പർച്ചേസ് കൂടുതൽ ക്ലാസിക് ലിറ്റററി വർക്ക്സിനെ നോക്കി വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ MTയുടെ മഞ്ഞ് വാങ്ങി. പിന്നെ ഓൺലൈൻ കൂപ്പൺ സംഭവം എനിക്കറിയില്ല അതെന്താ സംഭവം, എൻ്റെ വർക്ക് ആവുന്നില്ല. ഞാനത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ സൈറ്റിൽ നിന്ന് പുസ്തകം ആഡ് ചെയ്തത് ബാസ്ക്കറ്റിലേക്ക്. ബട്ട് ആ കൂപ്പൺ വർക്ക് ആവുന്നില്ല. സോ
അറിയില്ല എന്താണ്, ഒന്നുകൂടി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട്, നിരൂപണമായിട്ട് ഞാൻ എന്തായാലും വരും. സോ യാ, താങ്ക്സ് ഫോർ വാച്ചിങ്.